വിശുദ്ധ വേദപുസ്തകത്തിലെ ഈശോ കുരിശിന്മേൽ കിടന്ന് മരിക്കുന്ന സമയത്ത് ശതാധിപൻ വിളിച്ചു പറഞ്ഞ തിരുവചനമാണ് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നുവെന്ന്. പതിനെട്ടാം തീയതി രാവിലെ ഈ പള്ളി ദേവാലയത്തിൽ രാവിലെ 7 മണിക്ക് കുർബാന, 8:30 ഈ കല്ലറയിൽ പ്രാർത്ഥന. അതിനുശേഷം എൻ്റെ പിതാവ് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ച എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥന, പിന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥന. അതിനുശേഷം അഭിവന്ധ്യ പിതാക്കന്മാരും കേരളത്തിലെ ഗവർണറും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊക്കെ പങ്കെടുക്കുന്ന ഒരു അനുസ്മരണ ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. നിങ്ങൾക്കറിയാം, അഭിവന്ധ്യ തട്ടിൽ പിതാവ് വളരെയധികം സ്നേഹപൂർവ്വം അനുഗ്രഹ പ്രഭാഷണം നൽകുവാൻ വരുന്നുണ്ട്. ഒപ്പം പരിശുദ്ധ ബാവ തിരുമേനിയുടെ അധ്യക്ഷതയിലാണ് ഈ പരിപാടി നടക്കുന്നത്. അന്ന് 10ഓളം ആളുകൾ ആ വേദിയിൽ സംസാരിക്കുന്നതായിരിക്കും. പണി എങ്ങനെയാണോ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ്, അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തിൽ പ്രതിപക്ഷനെ അനുസ്മരിക്കാതിരുന്നതും അല്ലെങ്കിൽ വിളിക്കാതിരുന്നതും പിതാവിനെ അനുസ്മരിക്കാതിരുന്നതിൻ്റെ പിന്നിലെ സങ്കടം അല്ലെങ്കിൽ അതിനായിട്ട് ഞാൻ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുക. കാരണം എന്നും ജീവിതത്തിൽ അവഗണനയെ സന്തോഷത്തോടെ നേരിട്ട ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹമാണ്. അവഗണനയൊന്നും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല. അവഗണനകൾ കൂടുതൽ കരുത്ത് വരുന്നേ ഉള്ളൂ. അദ്ദേഹത്തെ ഇവിടെ അവഗണിച്ചപ്പോൾ കേരളത്തിലെ ജനം ഓർത്തു. അതുകൊണ്ട് ഇനി അവഗണിക്കണമെന്നാണ് എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തിൻ്റെ ഒരുക്കങ്ങൾ പുതുപ്പള്ളിപ്പള്ളിയിൽ പൂർത്തിയായിരിക്കുകയാണ്. എല്ലാ ദിവസവും ഈ ഒരു വർഷത്തിൽ ഒരു ദിവസം പോലും ഉമ്മൻചാണ്ടിയുടെ കല്ലറ നിഷിദ്ധമായിരുന്നിട്ടില്ല. സന്ദർശകരുടെ വലിയ തിരക്കാണ് ഓരോ ദിവസവും അനുഭവപ്പെടുന്നത്. ഇന്ന് തന്നെയാണെങ്കിലും തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നൊക്കെ വലിയ ബസ് പിടിച്ചുകൊണ്ടാണ് വലിയൊരു ജനക്കൂട്ടം തന്നെ എപ്പോഴും ഈ ഉമ്മൻചാണ്ടിയുടെ കല്ലറങ്കയിലെത്തുക. ഇന്ന് ചാണ്ടി ഉമ്മൻ നമ്മളോട് പ്രതികരിച്ചു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവും സഭാ നേതാക്കന്മാരും എല്ലാവരും 18-ാം തീയതിയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുവെന്ന്. ഇത്രമാത്രം ഓരോ ദിവസവും തൻ്റെ ജനത്തെ കാണുവാൻ, അവരുടെ പരാതി കേൾക്കുവാൻ കല്ലറങ്കയിലിരുന്നും ആഗ്രഹിക്കുന്ന, മാടി വിളിക്കുന്ന ഒരു ജനപ്രിയ നായകനെ, നേതാവിനെ സ്നേഹം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തെ നിറച്ച ആ മഹാനായ മനുഷ്യൻ്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഷെക്കീന ന്യൂസിന് വേണ്ടി സജി ആൻ്റണി, കോട്ടയം.